ഹലോ അസ്സലാമു അലൈക്കും എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പിസ്സയാണ്. ഓവൻ ഇല്ലാണ്ടാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. കൂടുതൽ ഇൻട്രോ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് 1.5 സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് നന്നായി കലക്കി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം 1.5 കപ്പ് മൈദമാവും 3 സ്പൂൺ ഓയിലും 1 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി കുഴച്ച് മയത്തിൽ കുഴച്ച് പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് മൂടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പണിയിലേക്ക് കിടക്കാം. ചിക്കൻ ഇതുപോലെ ചെറുതായി മുറിച്ച് മാറിനേറ്റ് ചെയ്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മാവ് നല്ല അടിപൊളിയായിട്ട് പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നന്നായി ഒന്നും കൂടി കുഴച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. നന്നായി വറുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് പാത്രമാണോ ആ പാത്രത്തിലേക്ക് നമ്മുടെ മാവ് ഇതുപോലെ പ്രസ് ചെയ്ത് വട്ടത്തിലാക്കിയിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് ഒരു 10 മിനിറ്റ് ഒന്നുകൂടി മൂടി വയ്ക്കണം. അടുത്തതായിട്ട് നമുക്ക് പിസ്സ സോസിനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അതിനു വേണ്ടി 2 തക്കാളി, 1 സവാള, 4 വറ്റൽമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് 3 വിസിലടിച്ച് അത് വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം. നമ്മളിവിടെ 3 കളറിലുള്ള ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. കൂടെ ഒരു സവാളയും വേണം. അതെല്ലാം കൂടി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ വേവിച്ച് വെച്ച തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കുക. വെള്ളം ചേർക്കരുത്. അതിനുശേഷം ഒരു പാനിലേക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം അരച്ചു വെച്ചായിരുന്ന ടൊമാറ്റോയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വയ്ക്കുക. അതിനുശേഷം 2 സ്പൂൺ ലെമൺ ജ്യൂസും 1 സ്പൂൺ പഞ്ചസാരയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഊറ്റി നല്ലോണം ഇളക്കി വറ്റിച്ച് ഈ പരുവത്തിലാക്കി എടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ആദ്യം റാപ്പ് ചെയ്ത് വെച്ചിരുന്ന മാവ് നല്ലോണം പിന്നെയും പുളിച്ച് പൊങ്ങിയിട്ടുണ്ടാവും. അതിതുപോലെ പ്രസ് ചെയ്ത് നല്ല രീതിയിൽ എല്ലാ സൈഡും പ്രസ് ചെയ്ത് ആക്കി വയ്ക്കുക. അതിനുശേഷം ഒരു ഫോർക്ക് എടുത്ത് നമ്മളെല്ലാ സൈഡും പിസ്സയുടെ ഇതുപോലെ കുത്തണം. അടുത്തതായി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച പിസ്സ സോസ് നമ്മുടെ പിസ്സയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് നമ്മുടെ പിസ്സയിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച ചിക്കൻ നല്ല രീതിയിൽ പിസ്സ ഫില്ലാവുന്ന രീതിയിൽ ആക്കി വയ്ക്കുക. പിന്നെ നമ്മുടെ കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് അതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ചീസ് ഞങ്ങൾ ഇടുന്നുണ്ട്. ഞങ്ങൾക്ക് ചീസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം ചീസ് മുകളിലും കൂടെ ഇടുന്നുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഉരുളിയാണ്. ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് സിമ്മാക്കി വെച്ചിട്ട് നമ്മുടെ പിസ്സ അതിലേക്ക് ഇറക്കി വെച്ച് മൂടി വെച്ചിട്ട് നമ്മളതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും എടുത്ത് വെക്കണം. ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് പിസ്സ വെക്കേണ്ടത്. 20 മിനിറ്റിന് ശേഷം ഇതുപോലെ നമ്മൾ പിസ്സ ഒന്ന് കുത്തി നോക്കണം. അപ്പോൾ ഒട്ട് പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പിസ്സ ഒട്ട് പിടിക്കുന്നില്ല, കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഓവനില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പിസ്സ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിസ്സയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.